നിങ്ങൾ നോക്കിക്കേ, എനിക്ക് ഏറ്റവും ബലപ്പെടുത്തിയ മറ്റൊരു ഭാഗം, ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ സുഗന്ധവർഗവുമായി, ഒരുക്കിയ സുഗന്ധവർഗവുമായി തമസുഷസിനായി വഴിമാറുന്നതിന് മുമ്പേ, ഇരുട്ടിൻ്റെ മൂടുപടലങ്ങൾ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നിന്ന് മാറുന്നതിന് മുമ്പേ ആ സഹോദരിമാർ കല്ലറയിലേക്ക് നടന്നുപോയ വസ്തുത എത്ര തവണ നമ്മൾ വായിച്ചിട്ടുണ്ട്, എത്ര തവണ ധ്യാനവിധേയമാക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല സുവിശേഷകന്മാരും എഴുതിയിരിക്കുന്നതിനാൽ ചിലയിടത്ത് അവർ വാങ്ങിക്കൊണ്ടു വന്ന സുഗന്ധവർഗങ്ങൾ, മറ്റിടത്ത് ഒരുക്കി എന്ന് പറയുന്നു. യേശുവിൻ്റെ ഭൗതിക ശരീരം കല്ലറയിൽ അടക്കം ചെയ്ത അനന്തരം പിന്നീടുള്ള മണിക്കൂർ, ദിനരാത്രങ്ങൾ ആ സഹോദരിമാർക്ക് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ പകൽക്കാലം പ്രഭാതത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സുഗന്ധം പൂശണമെന്ന് തീരുമാനിച്ച് ഉറപ്പിക്കുകയും അതിനുവേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾ ദിനരാത്രങ്ങൾ അതിനുവേണ്ടി ചിലവഴിച്ചു. സുഗന്ധവർഗങ്ങൾ ഇടിച്ചെടുത്ത് കൂട്ടുചേർത്ത് ഒരുക്കിയെടുത്തു. അത് പത്രോസ് അറിഞ്ഞില്ല, അത് യാക്കോബ് അറിഞ്ഞില്ല. എത്ര ദിവസങ്ങൾ, കഴിഞ്ഞ മണിക്കൂറുകൾ ഇതിനു വേണ്ടി അവർ ചിലവിട്ടുവെന്ന് അവരുടെ കൂട്ടത്തിലുള്ള 1000 പേർ അറിഞ്ഞിരിക്കില്ല, നിരവധി പേർ അറിഞ്ഞിരിക്കില്ല. അവർ ഇരുട്ടുള്ളപ്പോൾ തന്നെ രാവിലെ ഉണർന്നെഴുന്നേറ്റത് ആരും അറിഞ്ഞില്ല. അവർ ഇരുട്ടുള്ളപ്പോൾ തന്നെ വീട് വിട്ടിറങ്ങിയത് ആരും അറിഞ്ഞില്ല. ഇരുട്ടുള്ളപ്പോൾ തന്നെ ആരും പോകാൻ ആഗ്രഹിക്കാത്ത കല്ലറയിലേക്ക് നടന്നെടുത്തത് ആരും അറിഞ്ഞില്ല. ഇന്നലെ പിന്നിട്ട അധ്വാനങ്ങൾ ആരും അറിഞ്ഞില്ല. ഇന്നലെ നടത്തിയ ഒരുക്കങ്ങൾ ആരും അറിഞ്ഞില്ല. ഇരുട്ടുള്ളപ്പോൾ ഉണർന്നെഴുന്നേറ്റത് ആരും അറിഞ്ഞില്ല. അധികാലത്ത് എഴുന്നേറ്റത് ആരും അറിഞ്ഞില്ല. വീട് വിട്ട് നടന്ന് നാഴികകൾ നടന്നത് കാൽനട നടന്നത് ആരും അറിഞ്ഞില്ല. കല്ലറയിലേക്ക് ആരും വരാത്ത സാഹചര്യത്തിലേക്ക് നടന്നെടുത്തതും ആരും അറിഞ്ഞില്ല. പക്ഷെ ആ സംഭവത്തിന്റെ ക്ലൈമാക്സിൽ ആത്മാവ് എന്തിനായിരിക്കും വസ്തുത വ്യക്തമാക്കി വെച്ചിരിക്കുന്നത്? ആരും അറിഞ്ഞില്ലെങ്കിലും ആരും അറിയാത്ത ദിനരാത്രങ്ങൾ കർത്താവിന് വേണ്ടി ചിലവിട്ടവർക്ക് വേണ്ടി ആ തോട്ടത്തിന്റെ നടുവിൽ ആത്മനാഥൻ ആ പ്രഭാതത്തിൽ ഇറങ്ങി വന്നെങ്കിൽ എത്ര പേർക്ക് ധൈര്യത്തോട് പറയാം, ഇന്നലകളിൽ നിന്നെ ആരും അറിയുന്നില്ലെങ്കിൽ, ഇന്നലകൾ നീ ഉറക്കമിളച്ചതും കണ്ണീരൊഴുക്കിയതും നിലവിളിച്ചതും ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും ചിലവിട്ടതും ആരും അറിഞ്ഞില്ലെങ്കിലും ധൈര്യത്തോടെ ദൂത് മുറുകെ പിടിച്ചോ. നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന, നിനക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുന്ന ഒരു പ്രഭാതമുണ്ട്. എത്ര പേർക്ക് ദൂതേറ്റെടുത്തുകൊണ്ട് ആമേൻ പറയാൻ കഴിയൂ? എത്ര പേർക്ക് ദൂതേറ്റെടുത്തുകൊണ്ട് ബലപ്പെടാൻ കഴിയൂ? ഇന്നലകളിൽ എന്നെ അറിയുന്നില്ല, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ഉപവാസങ്ങൾ, എൻ്റെ ഈ പിന്നിട്ട അധ്വാനങ്ങൾ ആരും അറിയുന്നില്ല എന്ന് ഇന്ന് പകൽക്കാലം നീറുന്ന വേദന ഉണ്ടെങ്കിൽ മുറുകെ പിടിച്ചോ. നിനക്ക് മുമ്പിൽ അവൻ വെളിപ്പെടുന്ന ഒരു പ്രഭാതമുണ്ട്. വചനവിചാരങ്ങൾ കുറച്ചും കൂടെ ആഴത്തിലാക്കിയാൽ ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു ഭാഗം, ഇവർ പോയി കല്ലറയ്ക്ക് നോക്കി, യേശുവിന്റെ ശരീരമില്ല. ഈ വാർത്ത ഇവർ പോയി പറഞ്ഞിട്ട് പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് വരുന്നുണ്ട്. ഇവർ യേശു കല്ലറയിൽ ഇല്ല, കാണുന്നില്ല, ശരീരം കാണുന്നില്ല എന്ന വാർത്ത പറഞ്ഞിട്ട് അത് കേട്ടിട്ട് ഓടി വരുന്ന 2 ശിഷ്യന്മാരെ കാണാം. നിങ്ങൾ നോക്കിക്കോ, അവർ വന്നു, കല്ലറയിലേക്ക് പ്രവേശിച്ചു, ശീലകൾ ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. പക്ഷെ അവർ കർത്താവിനെ കണ്ടില്ല. പക്ഷെ മറിയയുടെ ചരിത്രം എഴുതും അങ്ങനല്ല. യേശു അവൾക്ക് വേണ്ടി തോട്ടത്തിൽ വെളിപ്പെട്ടു. പത്രോസും യോഹന്നാനും വന്നത് ഒരു സുവിശേഷകന്റെ ആത്മവീര്യത്തോടെ പറയും, മറിയ പറഞ്ഞത് കേട്ടു വന്നു. എന്താണ് മറിയ പറഞ്ഞത്?